നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. നിയമങ്ങൾ ലംഘിച്ച് രാജ്യത്ത് ജോലി ചെയ്യുന്നവരെ കണ്ടെത്താൻ കർശന പരിശോധനയുമായി മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് ബഹ്റൈൻ. പരിശോധനയിൽ നിയമം ലംഘിച്ച് ജോലി ചെയ്യുന്ന പ്രവാസികളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാജ്യത്തെ ചില സ്ക്രാപ്പ് യാർഡുകളിലും മെറ്റൽ ഷോപ്പുകളിലും വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരെത്തി പരിശോധിച്ചു. അനധികൃതമായി രാജ്യത്ത് ജോലി ചെയ്യുകയായിരുന്ന നിരവധി പ്രവാസികളെയാണ് അറസ്റ്റ് ചെയ്തത്. 46 കടകളിൽ കഴിഞ്ഞ ദിവസം പരിശോധനയ്ക്കായി ഉദ്യോഗസ്ഥർ ഇരച്ചെത്തുകയായിരുന്നു. 17 പ്രവാസി തൊഴിലാളികളെയാണ് ഇവിടങ്ങളിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണാലിറ്റി, പാസ്പോർട്ട്സ് ആൻഡ് റെസിഡൻസ് അഫയേഴ്സ് വകുപ്പിന്റെയും ക്യാപിറ്റൽ ഗവർണറേറ്റ് പോലീസ് ഡയറക്ടറേറ്റിന്റെയും വ്യവസായ വാണിജ്യ മന്ത്രാലയത്തിന്റെയും സഹകരണത്തോടെ ബഹ്റൈനിലെ ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റിയാണ് പരിശോധന നടത്തിയത്. പിടിയിലായവരെല്ലാം വിവിധ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. ഇവരെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളൊന്നും തന്നെ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല. തൊഴിൽ താമസ നിയമലംഘനങ്ങൾക്ക് ഇവർക്കെതിരെ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് അധികൃതർ അറിയിച്ചു. ബഹ്റൈനിൽ താമസ നിയമങ്ങൾ ലംഘിക്കുന്ന പ്രവാസികളെ കണ്ടെത്താൻ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയിരുന്നു. അപ്പോൾ 50-ലധികം പ്രവാസികളെയാണ് അറസ്റ്റ് ചെയ്തത്. ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഫോറൻസിക് സയൻസ് ഡയറക്ടറേറ്റിലെയും ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റിയിലെയും ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് ഉണ്ടായിരുന്നു. വിവിധ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ പൗരന്മാരായ 54 പേരെ അറസ്റ്റ് ചെയ്തതായി ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഫോറൻസിക് സയൻസ് ഡയറക്ടർ പറഞ്ഞു. ഇവർക്കെതിരായ കേസ് പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. അതുപോലെ സൗദിയിലെത്തി നിയമം ലംഘിച്ച പ്രവാസികൾക്കെതിരെ കർശന നടപടി സ്വീകരിച്ചു വരികയാണ് ആഭ്യന്തര മന്ത്രാലയം. പിടിയിലാകുന്നവരുടെ എണ്ണം ഓരോ ആഴ്ചയും കൂടി വരികയാണ്. ഈ മാസം 22 മുതൽ 28 വരെയുള്ള ദിവസങ്ങളിൽ നടത്തിയ റെയ്ഡുകളിൽ നിയമം ലംഘിച്ച പിടിയിലായവരുടെ കണക്കുകളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. രാജ്യത്തിന്റെ വിവിധ പ്രവിശ്യകളിൽ ഒരാഴ്ചക്കിടെ സുരക്ഷാ വകുപ്പുകൾ നടത്തിയ റെയ്ഡുകളിൽ 12,436 പ്രവാസി നിയമലംഘകർ പിടിയിലായതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. റെയ്ഡുകളിൽ പിടിയിലായവരിൽ 6,911 പേർ ഇഖാമ നിയമലംഘകരും 3,249 പേർ നുഴഞ്ഞുകയറ്റക്കാരും 2,276 പേർ തൊഴിൽ നിയമലംഘകരുമാണ്. ഇക്കാലയളവിൽ അതിർത്തികൾ വഴി രാജ്യത്ത് നുഴഞ്ഞുകയറാൻ ശ്രമിച്ച 192 പേരും അറസ്റ്റിലായിട്ടുണ്ട്. ഇവരിൽ 35% പേർ യമൻ സ്വദേശികളും 55% എത്യോപ്യക്കാരും 10% മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരുമാണ്. അതിർത്തികൾ വഴി അനധികൃത രീതിയിൽ രാജ്യം വിടാൻ ശ്രമിച്ച 44 പേരും ഇഖാമ തൊഴിൽ നിയമലംഘകർക്കും നുഴഞ്ഞുകയറ്റക്കാർക്കും ജോലിയും താമസവും യാത്രാ സൗകര്യവും നൽകിയ 8 പേരും അറസ്റ്റിലായിട്ടുണ്ട്. നിലവിൽ 47,388 നിയമലംഘകരാണ് നടപടിക്രമങ്ങൾക്ക് വിധേയരായത്. ഒരാഴ്ചക്കിടെ 828 നിയമലംഘകരെ സൗദിയിൽ നിന്ന് നാടുകടത്തിയതായും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും പ്രവാസികൾ എല്ലാവരും ഇക്കാര്യം വളരെയധികം ശ്രദ്ധിക്കുക. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.